ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ സുർജിത് അയ്യപ്പത്ത്. ക്ഷമയുണ്ട് സുർജിത്ത്. ക്ഷമേശ്വരൻ. ഓക്കെ, ഗുഡ് ഗുഡ് മോർണിംഗ്, മോർണിംഗ് ഗുഡ് മോർണിംഗ്. എസ് കെ, ഹാഷ്മി, വിജയകുമാർ. എന്തായാലും ജനാധിപത്യത്തിന്റെ മഹോത്സവം ഇവിടെ പുരോഗമിക്കുന്നു. എന്തായാലും രാവിലെ തന്നെ നീണ്ട നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലെ SKMJ സ്കൂളിലാണ്. SKMJ സ്കൂളിൽ 3 ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 87, 88, 89 നമ്പർ ബൂത്ത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് 89 നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ 5:30 തന്നെ മോക്ക് പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞു. മോക്ക് പോളിംഗ് പൂർത്തിയായി, സീൽ ചെയ്തു, മെഷീൻ സീൽ ചെയ്തു. എന്തായാലും ധാരാളം വോട്ടർമാർ ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സജ്ജമാണ്. ഇവിടെ 14 ലക്ഷത്തിലധികം വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം ഇവിടെ വിനിയോഗിക്കുന്നത്. എന്തായാലും ആ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രശ്ന സാധ്യത ബൂത്തുകളുണ്ട്. ആ ബൂത്തുകൾ എന്ന് പറയുന്നത് 196 നമ്പർ ബൂത്തുകളാണ്. കഴിഞ്ഞ ദിവസം ഈ മാവോയിസ്റ്റ് വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ തലപ്പുഴ ഭാഗത്ത് എത്തിയിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രശ്ന സാധ്യത ബൂത്തുകളായി 196 ബൂത്തുകളുള്ളത്. നമുക്കിപ്പോൾ വോട്ടർമാരെ കാണാം. ഈ ചേട്ടൻ രാവിലെ തന്നെ നേരത്തെ 6:15 വോട്ടറാണ്. നേരത്തെ വോട്ട് ചെയ്താൽ ഗുണം ഉണ്ടാകും ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വരുന്നു. ഫസ്റ്റ് വോട്ട് ചെയ്താൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് വിശ്വാസം. അതങ്ങനെയൊന്നുമില്ല, നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ആദ്യം വോട്ട് എപ്പോഴും ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ. എന്തായാലും ഇദ്ദേഹം രാവിലെ 6:15 തന്നെ ഇവിടെ എത്തിയ വോട്ടറാണ്. അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്ക് നീണ്ട നിര ഇവിടെ തന്നെ പ്രകടമാണ്. പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. രാവിലെ തന്നെ പരമാവധി വോട്ടർമാരെ എത്തിക്കുക, പ്രത്യേകിച്ച് വെയിൽ ചൂടാകും മുമ്പ് പരമാവധി വോട്ടർമാരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഉള്ളത്. ഒരുപക്ഷെ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം രാവിലെയാണ് പോളിംഗ് കൂടുക. രാവിലെ ഒരു 11 മണി വരെ കനത്ത രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകും. അതായത് 26% പോളിംഗ് ഉണ്ടാകും. അതിനുശേഷം പിന്നീട് ഒരു മന്ദഗതിയാവും. അതിനുശേഷം പിന്നെ വൈകിട്ട് 3 മണിക്ക് ശേഷമാവും പോളിംഗ് ശക്തമാവുക. എന്തായാലും വളരെ ആവേശത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യാൻ രാവിലെ തന്നെ എത്തും എന്നുള്ള താങ്ക് യു സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ചേർത്ത്. കേശവ് പ്രസാദ് പറഞ്ഞു ഹായ്. അദ്ദേഹം പറഞ്ഞത് ഹാഷ്മി, ഹായ് വിജയകുമാർ, ഹായ് SK. ഐ ആം വാച്ചിങ് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് അറ്റ് 24 ന്യൂസ് ഫ്രം കോങ്കോ, ആഫ്രിക്ക. അവിടെ കോങ്കോയിൽ ഇരുന്ന് 24 താങ്കൾ കാണുന്നു. അതെ, അതുപോലെ മാൾട്ടയിൽ ഇരുന്ന് ആൻഡ്രോ വാഴപ്പള്ളി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാൾട്ടയിൽ എല്ലാവർക്കും സുഖമല്ലേ? ഹായ് ആഫ്രിക്കയിലുള്ള എല്ലാവർക്കും സുഖമാണ്. അതുപോലെ നമ്മൾ നേരത്തെ ഒരു ചരിത്ര വിരുദ്ധമായ കാര്യം പറഞ്ഞു. ഇപ്പൊ അമേരിക്കയിലൊക്കെ നട്ടപാതിരിയായിരിക്കുന്നു. 9:30 മണിയായിട്ടുള്ളൂ രാത്രി. ന്യൂയോർക്കിൽ നിന്നൊരു സുഹൃത്ത് നമുക്കൊപ്പം ചേർന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം 9:30 മണിയിലാണ് നിൽക്കുന്നത്. അപ്പൊ